الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده نويت الاعتكاف في هذا المسجد لله تعالى നന്ദിയോടെ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒത്തുകൂടിയ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിൽ നാം ചെയ്ത എല്ലാ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമായ തെറ്റുകൾ അല്ലാഹു മാപ്പ് നൽകട്ടെ. ഈ റമദാൻ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, അനുഗ്രഹീതമായ മാസത്തിന്റെ മൂന്നാം വെള്ളിയാഴ്ച ഇന്നത്തോടുകൂടി 20 ദിവസം പൂർത്തിയായി. ഖുതുബയിൽ നിങ്ങൾ കേട്ട അനുഗ്രഹീതമായ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നാം ഉപയോഗപ്പെടുത്തേണ്ട റമദാനിലെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുക. ഇന്നത്തെ രാവോടുകൂടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 വന്നാൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഇബാദത്തിൽ ജാഗ്രത പുലർത്തുകയും രാത്രി മുഴുവനും നമസ്കരിക്കുകയും തന്റെ കുടുംബത്തെ അതിന് വേണ്ടി വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. കാരണം ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അമൂല്യ നിധിയാണ് വിശുദ്ധ റമദാൻ. ആ റമദാനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം സ്വാഭാവികമായും നമ്മൾ മനുഷ്യരാണ്. ജീവിതത്തിന്റെ ഇന്നലകളിൽ പല അരുതായ്മകളും വന്നേക്കാം. ആ അരുതായ്മകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി സ്ഫുടം ചെയ്തെടുത്ത ഹൃദയമായി റബ്ബിനെ കൂടുതൽ അടുക്കാൻ അല്ലാഹു നമുക്കായി മാത്രം സമ്മാനിച്ച റമദാനാണ്. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ അർത്ഥത്തിലും ഈ റമദാൻ ഉമ്മത്ത് മുഹമ്മദ് അനുഗ്രഹമാണ്. ആ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ഇത്രത്തോളം ഉത്കൃഷ്ടമായ എന്ത് ചെയ്താലും എന്നല്ല ഒന്നും മിണ്ടാതിരുന്നാൽ പോലെ തസ്ബീഹ് ചൊല്ലുന്ന പ്രതിഫലം ലഭിക്കുന്ന ഈ റമദാന്റെ മഹത്വം എന്റെ സമുദായം വേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് കൊതിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിശുദ്ധമായ റമദാന്റെ അവസാനമാകുമ്പോൾ ആകാശങ്ങളുള്ള മാലാഖമാർ പൊട്ടിക്കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു, എന്തിനാ മലക്കുകൾ പൊട്ടിക്കരയുന്നത്? ഉമ്മത്ത് മുഹമ്മദിന്റെ സങ്കടം, അവരുടെ ബുദ്ധിമുട്ട്, വിഷമമോർത്ത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ധാരാളം അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടല്ലേ റമദാൻ വന്നത്. അത് നഷ്ടപ്പെടുകയല്ലേ, അത് വിട പറയുകയല്ലേ. മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുന്നതല്ലേ എന്നോർത്ത് കരഞ്ഞു മലക്കുകൾ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റമദാന്റെ 20ാം ദിവസത്തിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച മാത്രമാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാകുമോ, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമോ അറിയില്ല. ഈ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സറിഞ്ഞ് പടച്ച തമ്പുരാനോട് നാം ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി മനമൊരുങ്ങി പ്രാർത്ഥിക്കൽ അനിവാര്യമാണ്. അതല്ലാതെ ഇതുവരെ നമ്മൾ സാധാരണ മാസത്തെ പോലെ റമദാൻ നമുക്കൊരു പരിവർത്തനം ഉണ്ടായിട്ടില്ല. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികപരമായി, കുടുംബപരമായി നമ്മളിങ്ങനെ ജീവിക്കുന്നു. ചെറുപ്പം മുതൽ ഇങ്ങനെ നോമ്പെടുക്കുന്നു, അങ്ങനെ നോമ്പെടുക്കുന്നു എന്നതിനപ്പുറം ഈ റമദാൻ നമുക്ക് ഒരു ആത്മീയമായി ഒരു ഉയർച്ച, മാനസികമായ ഒരു പരിവർത്തനം, ഈമാനികമായി ഒരു ഉണർവ് അധികം നമുക്കുണ്ടായില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഖുത്ബയിൽ നിങ്ങൾ കേട്ടതാണ്, ധാരാളം പ്രാവശ്യം കേട്ടതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകന്റെ ഒരു പ്രാർത്ഥന കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രാർത്ഥനയെ നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകരുത്. നിങ്ങൾ കേട്ടില്ലേ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കൽ നിങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു,
നിങ്ങളെല്ലാവരും മിമ്പറിലേക്ക് വരണേ. ഒരു ദിവസം യാദർശികമായി മുത്തനബിയുടെ പ്രഖ്യാപനമാണ്, നിങ്ങളെല്ലാം മിമ്പറിന്റെ സമീപത്തേക്ക് വരണേ. ആവേശത്തോടെ അത്ഭുതത്തോടെ ഞങ്ങൾ കടന്നു വന്നു മിമ്പറിന്റെ സവിധത്തിലേക്ക്. അങ്ങനെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുന്നു. ഒന്നാം സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ, വീണ്ടും കയറുന്നു, ആമീൻ പറയുന്നു, വീണ്ടും കയറുന്നു, ആമീൻ പറയുന്നു. അത്ഭുതമാണ്. 3 പടി കയറുമ്പോ തുടർച്ചയായി ആമീൻ പറഞ്ഞപ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോ ചോദിച്ചു, അല്ലാഹു റസൂലേ ഇന്നക സഹിത്തൽ മിമ്പർ, നിങ്ങളിപ്പോൾ മിമ്പറിൽ കയറി നസ്മഉ കുന്നാ മാ കുന്നാ നസ്മഉ ജീവിതത്തിന്റെ സമയനാമിക്കല്ലോ മാ കുന്നാ നസ്മഉ ജീവിതത്തിൽ ഇന്നേവരെ മിമ്പറിൽ കയറിയാൽ കേൾക്കാത്തൊരു ശബ്ദം ഞങ്ങൾ കേട്ടുപോയോ നബിയേ. നിങ്ങൾ 3 തവണ തുടർച്ചയായി ആമീൻ പറഞ്ഞു. എന്തേ അതിന്റെ പൊരുളൊന്ന് ചോദിച്ചപ്പോ അറദലി ജിബ്രീൽ, എന്റെ അടുക്കൽ മാലാഖമാരുടെ നേതാവ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ വന്നടഞ്ഞു. അവിടെ പ്രാർത്ഥിച്ചു, ഒരാളുടെ ജീവിതകാലത്ത് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ വിശുദ്ധ റമദാൻ സമാഗതമായി. ആ റമദാൻ അവൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ റമദാൻ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഗൗരവത്തോടെ ചെയ്തില്ല. പാപങ്ങളിൽ നിന്ന് മാറി നിന്നില്ല. കുടുംബത്തോട് പെടുന്നു, കുടുംബബന്ധം പുലർത്തിയില്ല, സാമ്പത്തിക ശുദ്ധി വരുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ഗൗരവിച്ചില്ല. അങ്ങനെ അവനിൽ നിന്ന് റമദാൻ കഴിഞ്ഞുപോയി. പാപങ്ങൾ പുറപ്പെടാതെ അത്തരത്തിലുള്ള ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അത്തരക്കാർക്ക് ആമീൻ പറയാൻ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമതായി ഒരു സദസ്സിൽ ഒരു സ്ഥലത്ത് പ്രവാചകന്റെ പേര് കേട്ടിട്ട് ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു ആമീൻ പറഞ്ഞു. മൂന്നാമത്തേത്, ഒരാൾക്ക് പ്രായാധിക്യമുള്ള മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ ഒരു പിതാവോ അല്ലെങ്കിൽ ഉമ്മയോ ഉണ്ട്. അവർ വേണ്ടതുപോലെ പരിഗണിക്കാതെ, അവരെ ശുശ്രൂഷിക്കാതെ, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാതെ, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നൊന്ത് പ്രസവിച്ച ഉമ്മയെ അവഗണിച്ചവൻ, പാപ്പയെ തിരസ്കരിച്ചവൻ, അവർ കാരണം അവർ വേദനിച്ചു. അത്തരക്കാർക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ. 3 പ്രധാനമാണ്. വർത്തമാന സാഹചര്യത്തിൽ പണം കൂടുകൂടോ, പ്രതാപം കൂടുകൂടോ, സൗകര്യം കൂടുകൂടോ, പാപ്പയെ അവഗണിക്കുന്ന, ഉമ്മയെ ധിക്കരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് വൃദ്ധസദനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. പല ബിസിനസിന്റെ തിരക്ക് കാരണം കഷ്ടപ്പെട്ട് വളർന്ന ഉമ്മയെ നമുക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ അവഗണിക്കുന്നവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഓർക്കണം, നമ്മൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട്, എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട്, എത്ര സുഗന്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര പള്ളികളിൽ വന്നിട്ടുണ്ട്, എത്ര സാധു സംരക്ഷണ സമിതിയിൽ പങ്കെടുത്തിട്ടുണ്ട്, റമദാനിൽ നോമ്പ് തുറന്നിട്ടുണ്ട്, എത്ര സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഉമ്മനീകാരാണ് വിഷമിക്കുന്നുവെങ്കിൽ, പാപ്പനീകാരാണ് ദുഃഖിക്കുന്നുവെങ്കിൽ, നാം ചെയ്ത സുഹൃത്തുക്കളൊന്നും അല്ലാഹു വേണ്ട. ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി സല്ലൈതു സ്വലാത്തൽ ഖംസ വസവത്തു ശഹ്റ റമദാൻ. അല്ലാഹുവിന്റെ റസൂലേ, വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ ഇതുവരെ ഞാൻ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു സുബഹി നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഒരു പാടായി പോയിട്ടില്ല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്. വിശുദ്ധമായ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ്. അല്ലാഹു എനിക്ക് തന്ന സമ്പത്തിന്റെ
വിഹിതമനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാറുണ്ട്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് ഇങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ ഇങ്ങനെയാണ് എന്റെ ജീവിതം. നിസ്കാരം ക്ലിയറാണ്, നോമ്പ് ക്ലിയറാണ്, ഹജ്ജ് ക്ലിയറാണ്. ഞാൻ എങ്ങാനും മരണപ്പെട്ടാൽ എന്റെ സ്ഥാനം എന്തെന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ أنت مع النبيين والصديقين والشهداء والصالحين. നീ സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, നീ അമ്പിയാക്കളോടൊപ്പമാണ്. ശേഷം നബി തങ്ങൾ പറഞ്ഞു നീ കാരണം നിന്റെ ഉമ്മ, നീ കാരണം നിന്റെ ഉമ്മ വിഷമിച്ചില്ലെങ്കിൽ, നിന്റെ ഉമ്മയും ബാപ്പയും ഇടയിറക്കിയില്ലെങ്കിൽ, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചില്ലെങ്കിൽ നിന്റെ നിസ്കാരം കൊണ്ട് നിനക്ക് നേട്ടമുണ്ട്. നമ്മൾ നിസ്കരിച്ചത്, നമ്മൾ ഖുർആൻ ഓതിയത്, നമ്മൾ നോമ്പ് നോറ്റത് സ്വീകരിക്കണമെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ കിടക്കുന്ന ഉമ്മ നമ്മളെ കുറിച്ച് സംതൃപ്തിയായിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ മാതാപിതാക്കളെ പൊരുത്തമുള്ളവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം ലഭ്യമാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിലാണ് നമ്മളുള്ളത്. നമുക്ക് മുമ്പേ പ്രാർത്ഥന കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരല്ലേ പ്രാർത്ഥിച്ചത്? മഹാനായ അബൂനാബുൽ ബശറാത്ത് അലൈഹിസ്സലാം മുതൽ ഒട്ടനവധി അമ്പിയാക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുത്ത ജിബ്രീലാ പ്രാർത്ഥിച്ചത്. റമദാൻ ഫലം യഗ്ഫിർല. ഒരാളുടെ ജീവിതകാലത്തിൽ റമദാൻ വന്നിട്ട് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തവൻ, മഗ്ഫിറത്ത് ലഭിക്കാത്തവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞതാരാ? ആ ദുആക്ക് ആമീൻ പറഞ്ഞതാരാ? ഈ പ്രപഞ്ചാണ്ട ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം മുഹമ്മദ് മുസ്തഫ. വിശ്വവിമോചനത്തിന്റെ ദീപമായി അടിച്ചമർത്തപ്പെട്ട മർദ്ദിത പതിത പരകോടികളിൽ ആശ്വാസത്തിന്റെ കുളിർത്തലെ മുഹമ്മദ് മുസ്തഫ. ഇത് വർത്തമാനകാല യുഗത്തിന്റെ നവോമണ്ഡലങ്ങളിൽ വിപ്ലവത്തിന്റെ പടപടാട്ട് കുറിച്ച ചരിത്രാധ്യായങ്ങളാണ്. വേലോലോകിയാൽ തലമേലാ പടടുകിയാൽ ചുറ്റുകൊള്ളുന്ന മടലുകളികളും തങ്ങളുടെ കയ്യിലുള്ള തുള്ളികൊടുക്കുന്ന ചാറ്റവാറാലാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെട്ടു പോകാൻ ആത്മീയ ദിശാബോധത്തിന്റെ ചുറ്റുവലകളില്ലാതെ അലഞ്ഞ തിരിഞ്ഞ ജനതയുടെ സത്യസാക്ഷാത്കാരമാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് ജിസ്ക ദുനിയാ സാദിഖുൽ വഅദോ അമീൻ കഹദേ വബദോ ജിസ്ക റഹ്മാൻ റഹ്മത്തൽ ലിൽ ആലമീൻ കഹദേ. മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റിയുള്ള അവദാന കീർത്തനങ്ങൾ അനന്തമാണ്. വിശ്വസ്തനും അൽ അമീനും തന്റെ ജനത പാടിപ്പോയിട്ടോ വബദോ ജിസ്ക റഹ്മാൻ റഹ്മത്തൽ ലിൽ ആലമീൻ കഹദേ. സർവേശ്വരനായ അല്ലാഹു പറഞ്ഞത് നബിയെ കുറിച്ച് നബിയെ ലോകത്തിന്റെ കാരുണ്യമാണ്. കണ്ണില്ലെങ്കിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനില്ല, വെളിച്ചം വിതറുന്ന ചന്ദ്രനില്ല. ഈ പ്രപഞ്ചാണ്ട ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം മുഹമ്മദ് മുസ്തഫ. എല്ലാം ഉത്കൃഷ്ട വ്യക്തിത്വം അമ്പിയാക്കളിൽ ഉത്കൃഷ്ട നായകൻ മുഹമ്മദ് മുസ്തഫ. ഖുർആൻ അവതരിപ്പിച്ച വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ സമുദായമുള്ള നേതാവ് മുഹമ്മദ് മുസ്തഫ. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ നായകൻ മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉദ്ഘാടനം ചെയ്യുന്ന നായകൻ മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളാണ് ആ ദുആ പറഞ്ഞത്. ഒരിക്കലും തള്ളപ്പെടില്ല. ഒരിക്കലും നമ്മൾ ആ പ്രാർത്ഥനയിൽ അകപ്പെട്ടു പോകരുത്. മാറ്റം വേണം.
ഓർക്കണം നമ്മൾ ഈ റമദാൻ വന്നിട്ട് എനിക്ക് എന്ത് വ്യത്യാസമുണ്ടായി, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ ദിവസത്തിൽ ഞാൻ എന്ത് മാറ്റം ചെയ്തു എന്നൊരു പുനർവിചിന്തനം അനിവാര്യമാണ്. അല്ലെങ്കിൽ മുഖം നഷ്ടമാണ്. അതുകൊണ്ട് സമയങ്ങൾ അമൂല്യമാണ്. അടുത്ത ആഴ്ച നന്നാവാം, അടുത്ത റമദാൻ നന്നാവാം, ലൈലത്തുൽ ഖദ്ർ നന്നാവാം, അറിയില്ല, നമുക്കറിയില്ല എപ്പോൾ എങ്ങനെ എവിടെ നമ്മുടെ അവസ്ഥ. എത്രയാണ് ഇന്നലെ വാർത്താ മാധ്യമത്തിൽ നമ്മൾ കണ്ടില്ലേ, എത്രയെത്ര മരണങ്ങളാണ്, പെട്ടെന്നുള്ള മരണങ്ങളാണ്, അപകടങ്ങളാണ് എന്നെല്ലാം നമ്മൾ അറിയുന്ന കുടുംബത്തിൽ കൂട്ടുകാര്, നാട്ടുകാര് വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ പറ്റാത്ത ഞാൻ അറിയുന്ന ഒരു 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു പണ്ഡിത സുഹൃത്ത് കിഡ്നി വീക്കായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പെടുക്കാൻ പറ്റുന്നില്ല എന്നല്ല, 1.5 ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. ഓർക്കണം നമ്മൾ എന്ത് അനുഗ്രഹമാണ് റബ്ബ് നമുക്ക് തന്നത്. പലപ്പോഴും നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു തിരക്കിടങ്ങളിൽ നമ്മെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു വരുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു അത്ഭുതകരമായ സംഭവങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരു മനോഹരമായ നമ്മെ ചിന്തിപ്പിക്കുന്ന വിശുദ്ധ റമദാൻ പലപ്പോഴും അല്ലാഹുവിനെ ഓർമ്മ വരാതിരിക്കാൻ തടസ്സപ്പെടുന്നത് മാറ്റം വരാൻ ചരിത്രത്തിൽ കാണാം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം ബൈനമാ ദാവൂദ് ജാലിസു ഫീ സൗമതി, ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ ഇബാദത്ത് മുറയിൽ ഇരിക്കുമ്പോൾ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പുഴുവിനെ കണ്ടു. ഒരു പുഴു, നമ്മൾ അറുപ്പോടെ ഓടാണ് പുഴു. ദാവൂദ് നബി അലൈഹിസ്സലാം ഇബാദത്ത് ചെയ്യുന്ന മുറയിലൂടെ പുഴു ഇങ്ങനെ വേഗേറി പോകുന്നത് കണ്ടപ്പോ മഹാനായ ദാവൂദിന്റെ മനസ്സിൽ ഒരു പുച്ഛം തോന്നി. ഈ കണ്ടാലറപ്പുറോന്ന് ഈ പാടമാ മാറാദല്ലാഹു ഫി ഹാദിഹി ദൂദ, എന്തിനാണോ അല്ലാഹു ഈ പുഴുവിനെ സൃഷ്ടിച്ചത്, എന്തിനാണ് ഈ പുഴുവിനെ സൃഷ്ടിച്ചത്? ഒരു പുച്ഛത്തോടെ സ്വാഭാവികമായി ഒരു പുഴുവിനെ നടന്നു പോകുമ്പോ പുഴുവിനെ കണ്ടപ്പോ ദാവൂദിന്റെ ചിന്ത വന്നു, എന്തിനാണ് അല്ലാഹു ഒരു വേഷമായ ഒരു ജീവിയെ സൃഷ്ടിച്ചത്? ഇതുകൊണ്ട് നേട്ടം ചരിത്രം പറയട്ടെ. ഇമാം ഗസാലി അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ്. ആ സമയത്ത് ആ പുഴുവിന് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കുന്നു. ആ പുഴു സംസാരിക്കുന്നു, ദാവൂദ് നബിയെ എന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് ആശങ്ക, എന്നെയാണോ നിങ്ങൾ പുച്ഛിക്കുന്നത്? എന്നാൽ എന്നെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ ദാവൂദ്? യാ നബിയല്ലാഹ് ഫഅൽഹഖു അമ്മാന ഹാരി. ഓർക്കണം, നമ്മൾ പലപ്പോഴും സമയമില്ല, പലപ്പോഴും ശ്രദ്ധയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിനെ ചിന്തിപ്പിച്ച അത്ഭുതത്തിന്റെ കഥയാണ് ഗസാലി ഇമാമുകളുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. പുഴുവിന്റെ കാര്യത്തിൽ ഒരു പുച്ഛം തോന്നിയപ്പോ പുഴു സംസാരിക്കുന്നു, പറയുന്നു, എന്റെ കാര്യത്തിലോട് ആശങ്ക അമ്മാനാരേ. എന്നാൽ എന്റെ പകൽ നിങ്ങൾ അറിയണം, അൽഹമനി റബ്ബി അൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അൽഫ മർറ ഫീ കുല്ലി യൗമിൻ. അത്ഭുതമാണ്. ദാവൂദ് നബി തലതാഴ്ത്തുന്ന വിധത്തിൽ പുഴു സംസാരിക്കുകയാണ്. അമ്മാനാരി, എന്റെ പകൽ, അൽഹമനി റബ്ബി, എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചത് മുതൽ എല്ലാ ദിവസവും ചൊല്ലാൻ എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദിവസവും ഞാൻ മാറ്റം വരുത്താതെ ചെയ്യുന്നൊരു സൽക്കർമ്മമുണ്ട്, അത് 1000 തവണയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ചൊല്ലൂ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്ർ 1000 തവണ എന്നെ സൃഷ്ടിച്ചത് മുതൽ ഈ സമയം വരെ മുടമുടാതെ രാവിലെ ഞാൻ ചെയ്യുന്നു എന്ന് പുഴു ദാവൂദ് നബിയോട് പറഞ്ഞു.
ഖുർആൻ പറയുന്നതാണ് എല്ലാ സകലമായ വസ്തുക്കളും റബ്ബിന് വേണ്ടി അതിന്റെ മാഴ്ചയിൽ തസ്ബീഹ് ചൊല്ലും. റസൂലുള്ളാഹി പറഞ്ഞു ലാ തഖുതുല്ലാഹ നിങ്ങൾ തവളകളെ കൊല്ലരുത്, തവളകളെ കൊല്ലരുത്. നമ്മൾ മഴക്കാലത്ത് മോക്രോട്ട് കേൾക്കുന്ന ശബ്ദമില്ലേ തവളകളെ, ആ ശബ്ദയുടെ ആ തവളയുടെ ശബ്ദം അത് തസ്ബീഹാണ് മുഹമ്മദ് മുസ്തഫ. അല്ലേ, മഴക്കാലത്ത് നമ്മുടെ വണ്ടിയിൽ കൊടുക്കുന്ന മാറുന്ന ആ ശബ്ദമില്ലേ അത് തവളയുടെ ഭാഷയിൽ തസ്ബീഹാണെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചുരുക്കത്തിൽ ഓരോ ആകാശഭൂമിയിലുള്ളതെല്ലാം റബ്ബിനെ വാഴ്ത്തുന്നുണ്ട്. ചുരുക്കത്തിൽ നാണിക്കണം നമ്മൾ, ആശങ്കപ്പെടണം നമ്മൾ. ദാവൂദ് നബി വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. പറയുന്ന ദിവസത്തിൽ സാന്ദർഭികമായി പറയട്ടെ, ഈ തസ്ബീഹ് അത്ഭുതമാണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് നാലാണ്. ഇന്ന് നമ്മൾ അൽബിലോദിയിലെ വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമലാ. മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു വൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്നാൽ അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. അത്ഭുതത്തിന്റെ കഥകൾ പറയുന്ന മിഅ്റാജിന്റെ രാത്രിയിൽ ഇബ്രാഹിം നബിയെ കണ്ടപ്പോ യാ ബനി സ്വാലിഹ്, പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മുഹമ്മദ് നബിയെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞ മോനെ, നിന്റെ സമുദായത്തോട് പറയണം ഇത് അത്ഭുതമാണ്, സമുദായത്തോട് പറയണം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. മിഅ്റാജിന്റെ രാത്രിയിൽ ഉമ്മത്ത് മുഹമ്മദിന് സമ്മാനമായിട്ട് ഒരു തവണ ചൊല്ലിയാൽ സ്വർഗ്ഗത്തിൽ ഒരു മരം പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് അത്ഭുത ദിക്ർ. പുഴുനിർത്തിയില്ല, പുഴുതുടരുന്ന രാവിലെ 1000 തവണ ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നു. എന്നാൽ എന്റെ രാത്രിയിൽ فعلمني ربي اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. രാത്രി മുഴുവനും 1000 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൻ-നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത്. ആ മുഴുവനറിയാം. അവസാന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകന്റെ പേര് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അരങ്ങ് പോയി എന്നാണ് സങ്കടപ്പെട്ടു പോയി. മനുഷ്യന്റെ ദയനീയ അവസ്ഥയിലോർത്ത് മനുഷ്യന് ഇത്രയും നിസ്സാരമായ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥയെ സങ്കടപ്പെട്ടു അല്ലാഹുവിനോട് പ്രാർത്ഥന ചോദിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നന്നാവാൻ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ അടുക്കൽ പറ്റിയ നല്ല മാസമാണ്. ചിന്തിക്കുക, സമയം വെറുതെ അറിയരുത്. ഈ കിട്ടുന്നതൊക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. ഇന്ന് 21-ാം രാവാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 21-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ഒരു രാവ് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പള്ളിയിൽ വെച്ച് തറാവീഹിന് ശേഷം ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എല്ലാവരും തറാവീഹിന് അനുബന്ധമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ മഗ്രിബ് ഇശാഇന്റെ ജമാഅത്ത് മുടക്കാതിരിക്കുക. ലൈലത്തുൽ ഖദ്ർ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മഗ്രിബ് ഇശാഇന്റെ ജമാഅത്ത് അതുപോലെ തന്നെ സുബ്ഹിന്റെ ജമാഅത്ത് ഒരു നിലക്ക് ഇനിയുള്ള 10 ദിവസങ്ങളിൽ മുടങ്ങാതെ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽ-ഫാത്തിഹ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة. اللهم صل على النبي المصطفى حبيب الله سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. النبي المصطفى حبيب الله سيدنا محمد الأمي وعلى آله وصحبه وسلم. اللهم صل على النبي المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. أسألك الله ربنا يا الله يا الله يا الله الأمان الأمان من زوال الإيمان من شر الشيطان وضرب الشيطان يا حبيب الإحسان يا خير المضلين إياك نعبد وإياك نستعين نسألك ربنا يا الله يا الله يا الله الأمان الأمان من زوال الإيمان من شر الشيطان ومن ظلم السلطان يا قديم الإحسان يا هادي المضلين إياك نعبد وإياك نستعين نسألك ربنا يا الله يا الله يا الله الأمان الأمان من زوال الإيمان من شر الشيطان ومن ظلم السلطان يا قديم الإحسان يا هادي المضلين إياك نعبد وإياك نستعين إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا لا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي إنك غافر الذنب العظيم إلهي لست للفردوس أهلا لا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي إنك غافر الذنب العظيم. الحمد لله رب العالمين لا يوافي نعمه مزيدا.
اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد أوصل اللهم ثواب قراءتنا ودعائنا إلى حضرة النبي المصطفى محمد اللهم أعطه الوسيلة والفضيلة وإلى مرات الأنبياء والمرسلين الصحابة والقرابة والتابعين لا سيما من دفنت في هذه المحلة اللهم آمنا بمددهم واحمنا بحمايتهم وافض علينا من فيوضاتهم وإلى حضرات أموات منا وسائر أقاربنا وإلى حضرات من دفنوا حول مسجدنا هذا وإلى حضرات من نبينا خاصة وإلى حضرات المؤمنين والمؤمنات اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجعل قبرنا وقبرهم روضة من رياض الجنة ولا تجعلها حفرا من حفرنا ارحم الرحيماയ ഖാലിഖായ റസിഖായ അഫ്വായ വദൂദായ അല്ലാഹ് ഈ ശുദ്ധമായ റമദാനിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്നത് നിസ്കരിച്ചത് ഖുർആനാണ് എന്ന് പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് ഇതുവരെ റമദാനിൽ ഞങ്ങൾ നോമ്പുകൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ് പോരായ്മകൾ വന്നെങ്കിൽ പരിഹരിക്കണേ അല്ലാഹ് റമദാൻ രണ്ടത്തിലും ഞങ്ങൾക്കെതിരാക്കല്ലേ അല്ലാഹ് വിവരക്കേട് കൊണ്ട് വല്ല പോരായ്മകൾ അബദ്ധങ്ങൾ റമദാനിൽ വന്നെങ്കിൽ മാപ്പാക്കണേ അല്ലാഹ് ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് തഖ്വ നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ശാരീരിക ശുദ്ധി നൽകണേ അല്ലാഹ് സാമ്പത്തിക ശുദ്ധി നൽകണേ അല്ലാഹ് അല്ലാഹുവേ നീയുള്ള ജീവിതം സാഹചര്യങ്ങൾ കളിപ്പെടാതെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ് പടച്ചവനെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നീ ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ് പ്രത്യേകിച്ച് ഇവിടെ ദുആ ചെയ്യാൻ പള്ളിയിലേക്ക് സംഭാവന നൽകിയവരെ നിനക്കറിയാം അവരുടെ സംഭാവന സ്വീകരിക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ് മരിച്ചവരുടെ ഖബറിലേക്ക് പ്രതിഫലം എത്തിക്കണേ അല്ലാഹ് ഖബറിലെ സന്തോഷം കൊടുക്കണേ അല്ലാഹ് സ്വർഗ്ഗീയ സുഖം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർ പലരും മാറടി വന്നില്ല ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് സ്വർഗ്ഗീയ സുഖം നൽകണേ അല്ലാഹ് ആരെങ്കിലും അദാബിലാണെങ്കിൽ ഈ ദിവസത്തിന്റെ സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ അറിയുന്ന പലരും പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമത്തിലാണ് രക്ഷപ്പെടുത്തണേ അല്ലാഹ് കിഡ്നി ഫെയിലാണ് ഹാർട്ടിന് ക്യാൻസർ ട്യൂമർ അങ്ങനെ പല വിധത്തിലുള്ള മാരകമായ പേടിക്കപ്പെടുന്ന രോഗത്തിന്റെ അടിമകളാ രക്ഷപ്പെടുത്തണേ അല്ലാഹ് രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ശരീരം പൊളിക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈ വിശുദ്ധമായ പള്ളിയിൽ എത്രയോ പ്രായമുള്ള ഉമ്മമാരുടെ രോഗങ്ങൾ വകവെക്കാതെ നിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവർ പലരും നിന്ന് നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ അറിയാതെ കസേരയിൽ നിസ്കരിക്കുന്നവർ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ് അതുപോലെ മധ്യവയസ്സുള്ളവർ ചെറുപ്പക്കാർ ഉസ്താദുമാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ് ഈ റമദാനുമായി ബന്ധപ്പെട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പള്ളിയിൽ നടക്കുന്ന നോമ്പ് തുറന്ന് സഹായിക്കുന്നവർ അതിന്റെ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ് വിശുദ്ധമായ വെള്ളിയാഴ്ച വരുമ്പോൾ ചായയും മറ്റും ഉണ്ടാക്കുന്നവർ അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഈ നാട്ടിലെ യുവാക്കൾ അല്ലാഹുവേ മറ്റു ജനങ്ങൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ് ശർറുകൾ തട്ടി മാറ്റണേ അല്ലാഹ് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് പടച്ചവനെ മരണം വരെ ഇബാദത്തിന് തടസ്സമില്ലാത്തൊരു ജീവിതം തരണേ അല്ലാഹ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള ആരോഗ്യം തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ് സ്നേഹമുള്ളവരാകണേ അല്ലാഹ് അനുസരണയുള്ളവരാകണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് അഭിമാനം നൽകണേ അല്ലാഹ് പരമതത്തിലും മക്കൾ പരീക്ഷണമാക്കല്ലേ അല്ലാഹ് പടച്ചവനെ റമദാനിലുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്
അപകടമരണങ്ങളെ തൊട്ട് കാക്കണയല്ല. പടച്ചവനെ, ഞങ്ങൾ ഒരു നാൾ മരിക്കുമെന്ന് റബ്ബാ. ഈ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് മടങ്ങുന്നതാരെന്നതിനെ എത്രയോ മരണവാർത്ത ഞങ്ങൾ കേട്ടതാ. ഞങ്ങളും മരിക്കുമ്പോ ഈമാനോടെ ഇല്ലാതൊരു മരണം തരല്ലേ അല്ലാഹ്. ഈ പള്ളിയിൽ വന്നത് ഇൽമു പറഞ്ഞത് കേട്ടത് കാരണം ഈ പവിത്രമായ മാസത്തിൽ, പവിത്രമായ ദിവസത്തിൽ, പവിത്രമായ സ്ഥലത്തുള്ള ദുആ തള്ളിക്കളയല്ലേ അല്ലാഹ്. ഏറ്റവും നല്ല സമയം ഞങ്ങളെ മരണ സമയമാക്കണേ അല്ലാഹ്. ഈ നിമിഷം ഞങ്ങളെ മരിച്ചു പേര് മാറിയാൽ ഈ ധരിച്ച വസ്ത്രമാരോരുമല്ലോ ഇന്ന് പള്ളിയിലേക്ക് സ്വന്തമായി കുളിച്ച് ഡ്രസ് ചെയ്ത് വന്നവരാ. പേര് മാറിയാൽ ആരോ ഞങ്ങളെ കുളിപ്പിക്കും, 3 തുണിയിൽ പൊതിയും. ഇന്ന് വന്നവളിയിലൂടെ ആളുകളുള്ള മയ്യത്ത് കട്ടിലിൽ ഞങ്ങളെ മയ്യത്ത് ചുമന്ന് വരും. പള്ളിയിലോ ഏതോ ഒരു പള്ളിയുടെ മുമ്പിൽ ഞങ്ങളെ മയ്യത്ത് വെക്കും. എല്ലാവരും വീണ്ടും ആ മയ്യത്തെടുത്ത് 6 മണിയാകുന്ന ഖബറിൽ താഴ്ത്തും. അല്ലാഹ്, എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയാൽ ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ ഇരുന്നത് ദുആ ചെയ്യുന്നത് ഖബറിൽ ഞങ്ങൾക്കൊരു കൂട്ടാക്കണേ അല്ലാഹ്. മൈശറ എളുപ്പമാക്കണേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും നരകം കാണിക്കല്ലേ അല്ലാഹ്. ഇതുപോലെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബങ്ങൾ, വേണ്ടപ്പെട്ടവർ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞങ്ങളോടോളം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗ്ഗം കിട്ടാനുള്ള ഒരു കാരണമായി ദുആ ആമീനുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة أعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة أعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.